താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകണം. വന്യമൃഗശല്യത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുകയല്ല, പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. ജില്ലയിൽ നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. ബിഷപ്പിൽ നിന്ന് വിവരം ശേഖരിച്ചാണ് ജില്ലയിലെ പ്രവർത്തനം ആരംഭിച്ചത്. തെരഞ്ഞെടുക്കപ്പെടുന്ന വീടുകളിൽ വോളണ്ടിയർമാർ നേരിട്ടെത്തി വിവരശേഖരണം നടത്തും. സർക്കാരിന്റെ പല പദ്ധതികളും തുടങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. അത് ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടോയെന്നും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോയെന്നും സംശയമാണ്. ഓരോ പദ്ധതിയും ജനങ്ങൾക്ക് എന്തുമാത്രം പ്രയോജനപ്പെടുന്നുണ്ടെന്ന് പരിശോധിക്കണം. ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു. പല പ്രോഗ്രാംസും തുടങ്ങി അതങ്ങ് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നും കൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഞാൻ പറയുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചിന്തയെ പറയുന്നത് കേട്ടോ, അത് കുഴപ്പമില്ല, അങ്ങനെയല്ല വേണ്ടത്. അതായത് പല പ്രോഗ്രാംസും നമ്മൾ തുടങ്ങുന്നുണ്ട്, പലതും പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ അതെന്തുമാത്രം കാര്യക്ഷമമായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ട്, സാധാരണ ജനങ്ങളിലേക്ക് എന്തുമാത്രം അത് ഉപകാരപ്രദമായി തീരുന്നു എന്നുള്ളത് നമ്മൾ അവലോകനം ചെയ്യണം. അത് ചെയ്യേണ്ടത് ഭരണകർത്താക്കളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് തലങ്ങളിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ള പദ്ധതികളാണ് വേണ്ടത്. വന്യമൃഗശല്യം ഉൾപ്പെടെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. വന്യമൃഗശല്യത്തിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുകയല്ല വേണ്ടത്, ഒരുമിച്ച് നിന്ന് പരിഹാരം കണ്ടെത്തണം. ഇക്കോ ടൂറിസത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തണമെന്നും ബിഷപ്പ് മടത്തിക്കണ്ടത്തിൽ അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ കർഷകരെ സഹായിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുമാത്രം സാധാരണ മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്, എന്തുമാത്രം ഉപകാരം ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ വനാതിർത്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങൾ, അവിടെയുള്ള ആളുകൾ അവരുടെ കാർഷിക മേഖലയിൽ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കി അതിന് തക്കതായ രീതിയിൽ അവരെ സഹായിക്കാനായിട്ടും പ്രോത്സാഹിപ്പിക്കാനായിട്ട് നോക്കണം. ഇപ്പം ഞാനിതിനകത്ത് എല്ലാം ഇടപെട്ടിട്ടുള്ള വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നവകേരള സൃഷ്ടിക്കായി സർക്കാർ നടപ്പാക്കിയ വിവിധ പദ്ധതികൾ ജനങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ള മാറ്റങ്ങളും ജനങ്ങളുടെ അനുഭവങ്ങളും പുതിയ നിർദ്ദേശങ്ങളും ജനങ്ങളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്നതിനായി ആവിഷ്കരിച്ചിട്ടുള്ളതാണ് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം. ബിഷപ്പ് ജോർജ് മടത്തിക്കണ്ടത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടായിരുന്നു പ്രോഗ്രാമിന്റെ ജില്ലയിലെ തുടക്കം. ഇതോടനുബന്ധിച്ചുള്ള ചടങ്ങിലാണ് ബിഷപ്പ് പ്രസംഗിച്ചത്. ജില്ലാതല ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട വീടുകളിൽ വോളണ്ടിയർമാർ നേരിട്ടെത്തിയാണ് വിവരശേഖരണം നടത്തുന്നത്. ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു പ്രവർത്തനം ഒരു ഗവൺമെന്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വീടുകളിലും ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 85,000-ലേറെ വോളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തകർ, അവർക്ക് കൃത്യമായി പരിശീലനം കൊടുത്തുകൊണ്ട് മുഴുവൻ വീടുകളിലും അവർ കടന്നു ചെന്നുകൊണ്ട് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ അത് ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ NB ബിജു, അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ്, ജുബൈരിയ ഐസക്, ഫാദർ പയസ് മലേക്കണ്ടത്തിൽ, ഫാദർ ഷാജി മാത്യു മുണ്ടക്കൽ, D ഉല്ലാസ് തുടങ്ങിയവർ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.